ഹലോ ഗായ്സ്, വാട്ടർ മജീഷ്യൻ എപ്പിസോഡ് 4 ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ സാറ് പറയും, നിങ്ങൾ എല്ലാവരും ഡെഞ്ചിന് പോകുകയാണ്. റിയുവിന്റെ ഫ്രണ്ടും നോക്കുമ്പോൾ ഒരു മോൺസ്റ്റർ അവരുടെ മുമ്പിൽ വന്നിരിക്കുന്നു. ആ മോൺസ്റ്ററിന്റെ പേരാണ് സോൾജിയർ ആൻഡ്. അപ്പോൾ റിയു അവന്റെ ഐസ് മാജിക് യൂസ് ചെയ്തിട്ട് അതിനെ ട്രാപ്പ് ആക്കും. അപ്പോൾ റിയുവിന്റെ ഫ്രണ്ട് വന്നിട്ട് അതിനെ കൊല്ലും. റിയു അമോലിന് പറഞ്ഞു കൊടുക്കും, ഇതിന്റെ ഉള്ളിൽ നിന്ന് സ്റ്റോൺ എടുക്കണം, അതിൽ കൂടെയാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്. എന്നിട്ട് റിയുവിന്റെ ഫ്രണ്ട്സും ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് റിയുവിന്റെ ഫ്രണ്ട്സ് എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് ഇന്ന് ഏത് മോൺസ്റ്ററിനെ കൊല്ലാൻ കിട്ടിയത്? റിയു പറയും, ഒരു സോൾജിയർ ആന്റിനെയാണ് കിട്ടിയത്. അപ്പോൾ ഏറ്റവും പറയും, സാധാരണ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് അങ്ങനെയുള്ള മോൺസ്റ്റേഴ്സിനെ ഒന്നും കിട്ടാത്തതാണ്. ഫസ്റ്റ് ഫ്ലോറിൽ സാധാരണ ബാറ്റ്സും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെറിയ ചെറിയ ജീവികളുമാണ്. അപ്പോൾ ഒരാൾ അവിടുന്ന് പറയും, അതിൽ ചിലപ്പോൾ ഹോൾസ് ഉണ്ടാക്കിയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഏബലാണ് പറഞ്ഞിരിക്കുന്നത്. നില്ല് ഭയങ്കരമായിട്ടൊരു ഏബലിന്റെ ഫാനാണ്. ഏബലിനെ കണ്ടപ്പോൾ തന്നെ നിന്നിരുന്നിട്ട് ഹായ് സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചോണ്ടിരിക്കും. എന്നിട്ട് നിങ്ങളെ കാണാൻ പറ്റിയത് എന്നിട്ട് ഒരു ഷേക്കാനൊക്കെ നിന്നിൽ ഏബലിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഏബലിന്റെ ടീംമേറ്റ്സ് അപ്പം വരും, നീ എപ്പോഴും ഓടിപ്പോവാണല്ലോ, നമുക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇന്നത്തെ ഡെഞ്ചനെ പറ്റി പറയണം. അപ്പോൾ ഏബിള് പറയും, കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് പോരെ. അപ്പോഴത്തേക്ക് അവരുടെ ഏബിളിന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഏബിളിനെ പൊക്കി എടുത്തോണ്ട് പോകും. അപ്പോൾ ഏബിള് പറയും, എനിക്ക് നടക്കാൻ പറ്റും, എന്നെ വീട്. അവര് പക്ഷെ വിടാതെ കൊണ്ടുപോയി. അതിന് പിറ്റേ ദിവസം റിയു ഒരു ലൈബ്രറി പോയിട്ട് അവിടുത്തെ കുറച്ച് ബുക്സ് എടുക്കുന്നുണ്ട്. ബുക്സ് എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവിടുത്തെ സൺലൈറ്റ് എല്ലാം പോയിട്ട് രാത്രി കൂട്ടാവുന്നു. റിയു അത് കണ്ടൊന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോഴത്തേക്ക് റിയുവിന്റെ പുറകിൽ നിന്ന് ആരോ ഒരാൾ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. റിയു കണ്ടിഞ്ഞിട്ട് അവന്റെ ഐസ്വാൾ ടെക്നിക്ക് എല്ലാം അലിഞ്ഞു പോയി. എന്നിട്ട് ആ വില്ലത്തി പറയും, റിയു നിന്നെ എനിക്ക് കിട്ടിയാൽ നല്ലതായിരിക്കും, നിന്നെ ഞാൻ തന്നെ കൊല്ലും, ഞാൻ നിന്നെ അതിന് മുമ്പേ ഡിഫീറ്റ് ചെയ്യും. എന്നിട്ട് റിയു അവന് 10 ലെയർ ഐസ്വാൾ പിന്നെയും യൂസ് ചെയ്യുന്നു. പക്ഷെ അത് കൊണ്ടിട്ട് പോലെ അത്ര പ്രയോജനം ഉണ്ടായില്ല. അത് കാരണം അതില് പിന്നെ ഒരു അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവന്റെ നെഞ്ചത്ത് കൂടെ ഒരു ഹോൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇവരുടെ ഒരു ഫൈറ്റിന്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഇട്ട് തരാം. എന്നിട്ട് അവൾ പറയും, എനിക്ക് പോകാൻ സമയമായി, നിന്റെ പേരെന്താ? അപ്പോൾ റിയോ പറയും, എൻ്റെ പേര് റിയോ എന്നാണ്. നമുക്കിനി ഒന്നും കൂടെ കാണാം, അപ്പോൾ ഞാൻ തന്നെ നിന്നെ കൊല്ലും. അവൾ റിയോ പറയും, നമുക്ക് നോക്കാം. അടുത്ത സീനിൽ കാണിക്കുന്നത് റിയുവിന്റെ ഫ്രണ്ട്സിനെ കുറെ പേരെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ റിയു അവരെയൊക്കെ അടിച്ചിടും. എന്നിട്ട് റിയുവിന്റെ ഫ്രണ്ട്സിനെ റിയു സേവ് ചെയ്യും. അപ്പോൾ റിയുവിന്റെ കൈ ഒരു പരിക്ക് പറ്റിയില്ലായിരുന്നു, ഒരു വലിയ ഡാമേജ്. അത് ഏറ്റവും നിഷ്പ്രയാസം ഹീൽ ചെയ്ത് കൊടുക്കും. ഏറ്റവും മാജിക് പവർ എന്ന് വെച്ചാൽ അവന്റെ പവർ എന്ന് വെച്ചാൽ അവനെ എല്ലാവരും ഹീൽ ചെയ്യാൻ പറ്റും. എത്ര മുറിവാണെന്ന് വെച്ചാൽ അവന് ഹീൽ ചെയ്യാൻ പറയും. ഓ, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഹീലിംഗ് മാജിക് ആണോ അപ്പം നിനക്കുള്ള? ബുള്ളറ്റ് അതേന്ന് പറയും. അടുത്ത സീനിൽ കാണിക്കുന്നത് റിയുവിന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർത്ത് കുറെ ഗോബ്ലിങ്സിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അമൗണ്ടിന്റെ കയ്യിൽ ഒരു വലിയ മുറിവ് പറ്റും. ഏറ്റവും അത് ഹീൽ ചെയ്ത് കൊടുക്കും. എന്നിട്ട് നില്ല് പറയും, നമുക്കിനി ഇവിടുന്ന് പോകാം. അപ്പോൾ അമൗണ്ട് ചോദിക്കും, കുറച്ചും കൂടെ ട്രെയിനിങ്ങും അതിനൊക്കെ വേണ്ടി ഇവിടെ നിൽക്കാം. നില്ല് പറയും, കുറച്ചു നേരം കൂടെ നിന്നാൽ ചിലപ്പോൾ കുറെ ഗോബ്ലിങ്സ് വരും, അങ്ങനെ നമ്മൾക്ക് തന്നെ പണിയാവും എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ്. കുറച്ച് ദൂരെയായിട്ട് ഒരു മോൺസ്റ്റർ ആരെയോ കൊല്ലുന്നതാണ് കാണിക്കുന്നത്.
ഏതാണ് ഈ മോൺസ്റ്റർ, ആരാണ് ഈ മോൺസ്റ്റർ, അതൊക്കെ അറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം.